എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് കുക്ക്ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റബിൾ കട്ട്ലറ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കാണല്ലോ. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു സ്നാക്കാണ് കട്ട്ലറ്റ്. ഇവിടെയും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഐറ്റമാണിത്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉള്ളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മീഡിയം സൈസിലെ 2 സവാള ഉള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിരിക്കുകയാണ്. അതായത് കുനുകുനാന്ന് അരിഞ്ഞ് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതിയാവും. അതിനോടൊപ്പം പച്ചമുളക് ഞാൻ 4 എണ്ണം അതേപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിൻ്റെ അനുസരിച്ച് അതിലെല്ലാം വ്യത്യാസം വരുത്താവുന്നതാണ്. അപ്പോൾ കുറവ് മതിയെങ്കിൽ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തേച്ചാൽ മതിയാവും. ഇനി ഇത് ഏകദേശം പകുതി വഴന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്രഷ്ഡ് ആയിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, അത്ര ഫൈനായിട്ടുള്ള പേസ്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി അതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പം 1 ടീസ്പൂണ് ബിരിയാണി മസാല ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു. അതിനോടൊപ്പം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് 2 എണ്ണത്തിൻ്റേത് മീഡിയം സൈസിൽ അത് ഞാൻ ചേർത്ത് കൊടുത്തേ. അതിനോടൊപ്പം ഉപ്പും ചേർത്ത് കൊടുത്തു. പക്ഷേ ക്യാരറ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്തോ വീഡിയോയിൽ പിടിക്കാഞ്ഞതാണോ അതോ മറന്നുപോയതാണെന്നോ അറിയത്തില്ല, സോറിയേ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് നല്ലതായിട്ട് ഉടച്ച് അതും ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട്, അതോടൊപ്പം ഗ്രീൻ പീസ്, ഞാനിവിടെ ഫ്രഷ് ഗ്രീൻ പീസ് ആയിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ അതിനെ ഒന്ന് വേവിച്ചതാണ്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വഴറ്റണേ. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിനുശേഷം 1 കൈപ്പിടി നിറയെ മല്ലിയില അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ കുറച്ച് ഉപയോഗിച്ചാലും മതിയാവും കേട്ടോ. പക്ഷേ ഇതൊക്കെ ഇതുപോലെ തന്നെ ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ഫില്ലിങ്സിനെ. അപ്പോൾ ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ഫില്ലിംഗ് ആണെങ്കിൽ നന്നായിട്ട് ടൈറ്റായിട്ട് വേണം ഇരിക്കാൻ. നമ്മൾ അതായത് കയ്യിൽ ഇങ്ങനെ ഉരുട്ടുന്നുണ്ടെങ്കിൽ കയ്യിലൊന്നും കുഴഞ്ഞിങ്ങനെ പറ്റരുത്. അങ്ങനെ പറ്റുവാണെങ്കിൽ കട്ട്ലറ്റ് ശരിയാവത്തില്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ബ്രെഡ് ക്രംബ് ഇട്ട് നല്ല ടൈറ്റ് ഫില്ലിംഗ് ആക്കുക. എന്നിട്ട് അതിനെ ഉരുളകളാക്കി, എത്ര ഉരുളകൾ വേണോ അത് ഉരുളകളാക്കി ഒരു പ്ലേറ്റിൽ വയ്ക്കുക. ഇത് ഞാൻ അതിനൊരു ബാറ്റർ തയ്യാറാക്കുവാണ്. 3 ടീസ്പൂൺ മൈദ എടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിനെ ഒരു തിൻ ബാറ്റർ ആക്കണം. അപ്പോൾ ലംസ് ഇല്ലാതെ വേണം നമ്മളിത് കലക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ കലക്കിയെടുത്ത് കഴിയുന്നതിന് എങ്ങനെ അറിയുന്നത് വെച്ചാൽ സ്പൂൺ ഇട്ട് കോരി ഇങ്ങനെ ഒഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്പൂൺ തിരിച്ച് പിടിച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഒട്ടും മാവിൻ്റെ അംശം പോലെ കാണരുത്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ തിൻ ബാറ്റർ ആണെന്ന അതിനർത്ഥം. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന, അതായത് ഉരുട്ടി വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ഫില്ലിങ്സ്, അതിനെ ഓരോന്നിനെയും ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് മൈദയുടെ ആ ബാറ്ററില്ലേ അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ബ്രെഡ് ക്രംസിലേക്ക് മുക്കണം. അപ്പോൾ ബ്രെഡ് ക്രംസ് മുക്കി കഴിയുമ്പം നല്ലതായിട്ട് ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും. ഈ മൈദയുടെ ബാറ്റർ ആണെങ്കിൽ കട്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട്ലറ്റ് കഴിക്കുന്നതിന് ആ ക്രിസ്പിനെസ് ഒന്നും ഉണ്ടാവത്തില്ല. അതായത് ഒരു കടുകടാന്നുള്ള ഒരു ഇത് വരുമേ മൈദ അതേലും ഇങ്ങനെ പിടിച്ച്. ഇത് വെറുതെ നമ്മൾ ഈ ബ്രെഡ് ക്രംബ് അതേലൊന്ന് പറ്റണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിന്നായിട്ടൊരു ലെയർ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. വെജ് കട്ട്ലറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ഞാൻ ചെയ്തത്. അല്ലെന്നുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ളയുണ്ടല്ലോ അതിനെ നന്നായിട്ട് പതപ്പിച്ചിട്ട് ഈ ഉരുളകൾ അതിലിട്ട് കൊടുത്ത്, എന്നിട്ട് ഇതേപോലെ ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ബ്രെഡ് ക്രംസ് തൂവി നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണേ. അപ്പോഴേ ബ്രെഡ് ക്രംബെല്ലാം അതേൽ നന്നായിട്ട് പറ്റിപ്പിടിച്ചിരിക്കത്തുള്ളൂ. ഇപ്പോൾ ഒരെണ്ണം നമ്മുടെ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. അത് ഞാനിനിയും പ്ലേറ്റിലേക്ക് മാറ്റി വെക്കും. ഇങ്ങനെ 2-3 എണ്ണം ആയതിന് ശേഷം ഒന്നിച്ച് വറക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഓരോന്നോരോന്നെന്ന് പറയുന്നുണ്ട്, അത് ഭയങ്കര മെനക്കെട്ട കാര്യമാണ്. അപ്പോൾ ഇതിനെ ഞാനിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കും. അപ്പോൾ നമ്മൾ ഈ ഫില്ലിങ്സ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഇഷ്ടം പോലെ മസാല ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ബിരിയാണി മസാല ചേർത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കിനി മീറ്റ് മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ, അതേപോലെ ഞാനിപ്പോൾ വെജാണല്ലോ ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത്, അതിന് പകരം ചിക്കൻ ചേർത്ത് ചിക്കൻ മിൻസ് ചെയ്തിട്ട് അത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഈ പച്ചക്കറിയോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ആവശ്യമുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ബീഫോ, അങ്ങനെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫില്ലിങ്സിൽ മാറ്റം വരുത്താവുന്നതാണ്. അതേപോലെ മസാലകളിലും മാറ്റം വരുത്താവുന്നതാണ്. ചിക്കൻ മസാല അല്ലെങ്കിൽ വെറുതെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഗരം മസാല ചേർത്ത് അങ്ങനെയോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ബിരിയാണി മസാല ചേർത്തതേ ഉള്ളൂ. അപ്പം എൻ്റെ ഇപ്പം 3 കട്ട്ലറ്റോടെ ഞാനിവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുവാണ് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ എണ്ണ ഞാൻ നേരത്തെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകം ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, വറക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഓരോ കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിടണേ, അല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ബ്രെഡ് ക്രംസ് എന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് അങ്ങ് കരിയുമല്ലോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം പിന്നെ അത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് നല്ലതായിട്ട് ക്രിസ്പി ആയിട്ട് വരും.
അപ്പോൾ അങ്ങോട്ട് നമ്മുടെ ഓരോ സൈഡ് മൂക്കുന്നതിനനുസരിച്ച് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് അത് നല്ല കളറാകുന്നിടം വരെ മൂപ്പിച്ചിട്ട് എടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിൽ വയ്ക്കുക. അപ്പം എണ്ണയെല്ലാം വാർന്നു പൊക്കോളും. അതേപോലൊക്കെ ഇതിൽ അധികം എണ്ണ പിടിക്കത്തേ ഇല്ല. നമ്മളുടെ ഈ ഫില്ലിങ്സ് ആണെങ്കിൽ നല്ല ടൈറ്റായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ എണ്ണ അധികം പിടിക്കത്തേ ഇല്ലേ. അപ്പോൾ ചില കട്ട്ലറ്റ് തൊട്ടാൽ ഭയങ്കര എണ്ണ ഇങ്ങനെ ഒഴുകുന്ന സൈസിൽ, അതെല്ലാം നമ്മളുടെ ആ അകത്തെ ഫില്ലിങ്സ് ഉണ്ടാക്കുന്നതിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അടിപൊളിയായിട്ടുള്ള ഒരു കട്ട്ലറ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. മഴക്കാലത്ത്, ഇപ്പം മഴക്കാലം ആണല്ലോ, അതുകൊണ്ട് നാട്ടിലൊക്കെ മഴക്കാലം ആയതുകൊണ്ട് എല്ലാവർക്കും ഈ മഴക്കാലത്ത് തയ്യാറാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ടിപ്സ് എന്ന് പറയുന്നത്, നമ്മുടെ ഫില്ലിംഗ് ഉണ്ടാക്കുമ്പം അതിൽ ഫില്ലിംഗ് നല്ല ടൈറ്റ് ആയിരിക്കണം. അപ്പോൾ ടൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ കയ്യെ പറ്റാത്ത വിധത്തിൽ അത് തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് ഇത് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. അതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ഒന്ന് അറിയിക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.